رمضان كريم كريم كريم، شهر عظيم عظيم عظيم. رمضان كريم كريم كريم، شهر عظيم عظيم عظيم. قم للعبادة تلقى السعادة، قم للعبادة تلقى السعادة، تلقى السعادة، تلقى النعيم. رمضان زمان البركات، رمضان زمان الحسنات، رمضان زمان البركات، رمضان زمان الحسنات، رمضان مجال الصلوات. طوبى للنفس بتقواها. رمضان كريم كريم كريم، شهر عظيم عظيم عظيم. رمضان كريم كريم كريم، شهر عظيم عظيم عظيم. قم للعبادة تلقى السعادة، قم للعبادة تلقى السعادة، تلقى السعادة، تلقى النعيم. رمضان صيام ودعاء، رمضان أمان وصفاء، رمضان صيام ودعاء، رمضان أمان وصفاء، رمضان سلوك وعطاء. أهلا بقدومك يا رمضان. رمضان كريم كريم كريم، شهر عظيم عظيم عظيم. رمضان كريم كريم كريم، شهر عظيم عظيم عظيم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹാദരണീയനായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, വിഷയാധിഷ്ഠിതമായി 2 ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ യുവ പണ്ഡിതന്മാരായ അബ്ദുൾ റഹൂഫ് അൽ ഹിക്കമി, അക്ബർ ഷാ അൽ ഹിക്കമി, ഏറ്റവും പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വിശുദ്ധ റമളാനിൻ്റെ വിട പറയുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമികമായ റമളാനിൽ നേടിയെടുത്ത തഖ്വയും ജീവിത വിശുദ്ധിയും ഇനി തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഉത്ബോധനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആദ്യത്തെ ക്ലാസ് അബ്ദുൾ റഹൂഫ് അൽ ഹിക്കമി റമളാൻ വിട പറയുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കേണ്ടി സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നടത്തിയ പരീക്ഷയിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം, അതുപോലെ കഴിഞ്ഞ മാർച്ച് 16 നടന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ പങ്കെടുത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും മൊമെൻ്റോ വിതരണവും നടക്കും. ശേഷം അക്ബർ ഷാ അൽ ഹിക്കമി മരണാനന്തരം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്യും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ മുഴുവൻ ഈ 2 ക്ലാസ്സും വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ശ്രമിക്കണമെന്നും അതനുസരിച്ച് കഴിവിൻപടി ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന് സ്വാഗതം പറയേണ്ടത് ഇസ്ലാം പെരുമാത്ര യൂണിറ്റിൻ്റെ പ്രസിഡന്റും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ഫസൽ ഇജാബ് സാഹിബ്
അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അക്ബർ ഷാ അൽ ഹക്കമി മൂന്നാറ്റുമുക്ക് സലഫി മസ്ജിദിലെ ഇമാമാണ്. ഇവിടെ മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അബ്ദുൾ റഊഫ് അൽ ഹക്കമിയെ നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്ഥിരമായിട്ട് നമ്മുടെ ഈദ്ഗാഹിൽ പ്രഭാഷണം നടത്തുന്നതിനും നമ്മുടെ ഇവിടെയുള്ള ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായി ഇവിടെ തിരുവാതിരയിൽ പ്രധാനമായും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം റമദാൻ വിട പറയുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ദീനി വിജ്ഞാന സദസ്സിലെത്തിച്ചേർന്ന നല്ലവരായ സഹോദരങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകമായി മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പരമാവധി യൂണിറ്റിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന വാഹദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. റമളാൻ വിട പറയുമ്പോൾ എന്ന വിഷയാവതരണത്തിലേക്കായി ബഹുമാന്യനായ അബ്ദുൾ റഊഫ് അൽ ഹക്കമിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യ പരസ്യ മേഖലകളിൽ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പാരത്രിക ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പരിശുദ്ധമായ റമദാൻ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ, വമ്പിച്ച അനുഗ്രഹങ്ങൾ നിറഞ്ഞ ബറക്കത്തുള്ള ഒരു മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഉദവി ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. റമദാനിൻ്റെ തുടക്കത്തിന് മുന്നോടിയായി ശഅബാൻ മാസത്തിൽ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കമ്പോളങ്ങളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ശേഷം റമദാനിനെ നമ്മൾ വരവേറ്റു. ആദ്യമുണ്ടായിരുന്ന ആവേശം കെട്ടടങ്ങാത്ത രൂപത്തിൽ അതിൻ്റെ റമദാനിൻ്റെ ഓരോ ചൈതന്യങ്ങളെയും നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും സൽക്കർമ്മങ്ങളെയും പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന സ്വർഗത്തിന്റെ ഉന്നതമായ ദറജകളിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന നന്മകളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാൻ ഇവിടെ അവസാനിക്കുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു അതിഥി, നാം ഇഷ്ടപ്പെട്ട ഒരു അതിഥി, നാം സ്നേഹിക്കുന്ന അതിഥി, എത്ര നിന്നാലും കൊതി തീരാത്ത ആ അതിഥി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വേദനിക്കും. അത്ര കണ്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കണ്ണുകളൊന്ന് പൊടിയും. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വേർപാട് ആ വ്യക്തിയുമായി ഉണ്ടാകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹവും ഒരു തൗഫീക്കുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു അതിഥിയാണ് റമദാൻ എന്ന് നമ്മളൊരു പക്ഷേ റമദാനിന്റെ തുടക്കത്തിൽ സംസാരങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാകാം. ആ അതിഥി നമ്മളെ വിട്ട് അകലുകയാണ്. ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മോട് വിട പറയുകയാണ്. ശരിക്ക് റമദാൻ അല്ല നമ്മോട് വിട പറയുന്നത്, നാം റമദാനിനോട് വിട പറയുകയാണ്. ഒരുപക്ഷെ അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഉദവിയുണ്ടോ, തൗഫീഖുണ്ടോ എന്ന് നമുക്കറിയില്ല. ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ
അടുത്ത വർഷവും റമദാൻ സംഭവിക്കും വരും. എന്നാൽ നമുക്കതിനുള്ള തൗഫീഖ് ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും നിശ്ചയമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റമദാനിനോടാണ് വിട പറയുന്നത്. നമ്മൾ റമദാനിനോട് വിട പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടതും നാം പരിശോധിക്കേണ്ടതുമായ ചില വിഷയങ്ങളുണ്ട്. അതാണ് പ്രധാനമായും നിങ്ങളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നാം ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്, നാം പരിശോധിക്കേണ്ടത്, ഈ റമദാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി തന്നിട്ട് റമദാനിലൂടെ നേടിയെടുക്കേണ്ട ചൈതന്യത്തെ നേടിയെടുക്കാനും റമദാനിന്റെ ലക്ഷ്യപൂർത്തീകരണങ്ങളിലേക്ക് നമുക്ക് എത്താനും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധന അനിവാര്യമാണ്. 24 ദിവസം ഇന്നത്തോടുകൂടി പിന്നിടുമ്പോൾ ഈ 24 ദിവസങ്ങളിലൂടെ ഉണ്ടാക്കി തീർക്കേണ്ട നന്മകളും നേടിയെടുക്കേണ്ട നന്മകളും ഉണ്ടാക്കി തീർക്കേണ്ട ഗുണഗണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടോ? ഇത് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. റമദാനിനെ കുറിച്ചും റമദാനിന്റെ നോമ്പിനെ കുറിച്ചും റമദാനിന്റെ മറ്റു കർമ്മങ്ങളെക്കുറിച്ചും പ്രവാചകനും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചപ്പോ അതിൽ മർമ്മപ്രധാനമായി സൂചിപ്പിച്ചത് കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റമദാൻ, ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. സൂക്ഷ്മത എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗത്തിലായിരിക്കണം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് കീഴ്വണങ്ങിക്കൊണ്ട് റബ്ബിന് സർവ്വതും തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണോ? അതാണ് തഖ്വ. ആ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. തന്റെ കച്ചവട മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ, സാഹോദര്യ ബന്ധങ്ങളിൽ, ആദർശ ബന്ധങ്ങളിൽ, ഇങ്ങനെ തുടങ്ങി തന്റെ ജീവിതത്തിന്റെ A to Z അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ, എവിടെയെങ്കിലും തകരാറുകൾ ബാക്കിയുണ്ട് എങ്കിൽ, എവിടെയെങ്കിലും ന്യൂനതകൾ ബാക്കിയുണ്ട് എങ്കിൽ, ആ തഖ്വ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനിയും നമ്മൾ പുറകിലാണ് എങ്കിൽ ഇനിയുള്ള 5-6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ അത് നേടിയെടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ ഈ റമദാൻ കൊണ്ട് നമുക്ക് നഷ്ടമാണ്. ഈ റമദാൻ കൊണ്ട് നമുക്ക് തീരാൻ നഷ്ടമായിരിക്കും വരാനിരിക്കുന്നത്. കാരണം പ്രാർത്ഥനകളിൽ അധികവും കാണാൻ സാധിക്കുന്നത്, അല്ലാഹുവേ ഈ റമദാൻ നമുക്ക് ഷാഹിദാക്കി നൽകണമേ, നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു മാസമാക്കി ഇത് മാറ്റണമേ, നമുക്ക് പ്രതികൂലമായി നമുക്കെതിരിൽ സാക്ഷി പറയുന്ന ഒരു മാസമാക്കരുത് എന്ന പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും, ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോടും ചോദിക്കേണ്ടതുണ്ട്. എൻ്റെ ഇടപാടുകൾ, എൻ്റെ കുടുംബജീവിതം, എൻ്റെ ഇബാദത്തിന്റെ മേഖലകൾ, എൻ്റെ വിശ്വാസ മേഖലകൾ, എൻ്റെ എല്ലാ കച്ചവട മറ്റു ക്രയവിക്രയ മേഖലകളെല്ലാം റബ്ബിനനുസരിച്ചുകൊണ്ടുള്ള, റബ്ബിന് തൃപ്തിയുള്ള ജീവിതമാണോ, പ്രവർത്തനങ്ങളാണോ എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് പരിശോധിക്കുന്നിടത്താണ് ഈ റമദാൻ വിജയിച്ചിട്ടുണ്ടോ, പരാജയപ്പെട്ടിട്ടുണ്ടോ, ഈ റമദാനിലൂടെ എനിക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അതല്ല ഞാൻ പരാജിതനാണോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ലത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ്. ശഅബാനിൽ ഉണ്ടായിരുന്ന തിന്മകൾ ഇപ്പോഴും ബാക്കിയാണെങ്കിൽ, ശഅബാനിലുണ്ടായിരുന്ന വിദ്വേഷവും വൈരാഗ്യവും ദേഷ്യവും അതുപോലെയുള്ള കച്ചവടത്തിലുള്ള ക്രയവിക്രയങ്ങളിലുള്ള ചില പ്രശ്നങ്ങളും ഇപ്പോഴും ബാക്കിയാണോ? അളവിലും തൂക്കത്തിലും കൃത്രിമമാണോ? അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ, രഹസ്യമായ ജീവിതത്തിൽ ഇപ്പോഴും തിന്മകൾ ബാക്കിയാണോ? ഈ റമദാൻ കൊണ്ട് ഉപകാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോഴാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത്തെ വിഷയം തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നാം ആത്മപരിശോധന ചെയ്യണം. രണ്ടാമത്തെ വിഷയമാണ് റസൂലുള്ള പറഞ്ഞത്, ഈ നോമ്പും രാത്രി നിസ്കാരവും എല്ലാം അതിന്റെ ലക്ഷ്യമായി കൊണ്ട് പഠിപ്പിച്ചത് അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കർമ്മങ്ങളാണ് നോമ്പ്, രാത്രി നിസ്കാരം. റസൂലുള്ള എന്താ പറഞ്ഞത്?
മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു മനുഷ്യൻ റമദാൻ മാസത്തിൽ ശരിയായ വിശ്വാസത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവന് പുറത്തു കൊടുക്കുമെന്നാണ്. രാത്രി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതും അത് തന്നെയാണ്. മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാൻ മാസത്തിൽ ആരെങ്കിലും രാത്രി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തിന്മകൾ എങ്ങനെയാണ് പൊറുക്കപ്പെടുക? തിന്മകൾ അവസാനിപ്പിച്ച് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയാലല്ലാതെ നമ്മുടെ പാപങ്ങൾ എങ്ങനെയാണ് അള്ളാഹു നമുക്ക് പുറത്തു നൽകുക? അതുകൊണ്ട് തിന്മകൾ അവസാനിപ്പിക്കുക എന്നതും തഖ്വയോടുകൂടി ജീവിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാൻ സാധിക്കും. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ ആയത്തിന്റെ കോർവകൾ, അതിലെടുത്തു വെച്ച ഓരോ പദങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾ പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ടു വരിക എന്നാണ്. നമ്മൾ തെറ്റ് ചെയ്യും, തെറ്റിലേക്കാണ് നമ്മുടെ മനസ്സുകൾ ചാഞ്ഞിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. കുല്ലു ബനി ആദമ ഖത്താഉൻ, പ്രവാചകൻ പറയാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദം സന്തതികൾ തെറ്റ് ചെയ്യും, അവന്റെ മനസ്സ് തെറ്റിലേക്കാണ് ചാഞ്ഞിട്ടുള്ളത്. പക്ഷേ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അതിൽ ഉത്തമരാരെന്നറിയോ? തെറ്റ് ചെയ്തത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുന്നവനുമാണ് ഏറ്റവും ഖൈറായവൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, ആ തിന്മകൾ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ്, ചെയ്തുപോയ തെറ്റുകൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ്, റബ്ബേ ചെയ്തുപോയി, റബ്ബേ പറ്റിപ്പോയി, റബ്ബേ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്ത് തേടാനുള്ള ധൃതിപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ് ഒന്നാമത് അള്ളാഹുവിന്റെ ആഹ്വാനം. രണ്ടാമത്തെ എന്തെന്നറിയോ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം, ആരാകണം എന്നതാണ് ആ ആയത്തിന്റെ അവസാനത്തിലുള്ളത്. വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ പ്രവിശാലമായ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണോ? അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആയത്തിന്റെ അവസാനം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വ നേടിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ സ്വർഗം. അപ്പോൾ നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ്. നോമ്പിന്റെ മറ്റൊരു ലക്ഷ്യം എന്താണ്? പാപമോചനം ലഭിക്കുക എന്നതാണ്. രാത്രി നിസ്കാരത്തിന്റെ ലക്ഷ്യം എന്താണ്? പാപമോചനം ലഭിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പാപമോചനം ലഭിക്കുകയും തഖ്വ നേടിയെടുക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വ നേടിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആത്മപരിശോധന ചെയ്തേ മതിയാകൂ. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, നികത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ, ശരിയാക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ, എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ശരിയാക്കി എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി ഈ റമളാനിന്റെ ചൈതന്യത്തെ നേടിയെടുത്തും ഈ റമളാനിന്റെ പുണ്യങ്ങളെ കരസ്ഥമാക്കിയും ഈ റമളാനിലൂടെ നേടേണ്ട എല്ലാ നന്മകളും നേടിയെടുത്തുകൊണ്ടായിരിക്കണം ഈ റമളാനിനോട് നമ്മൾ സലാം പറയേണ്ടത്. ഒരുപക്ഷെ അടുത്ത റമളാൻ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ രണ്ട് സ്വഹാബികളുടെ വിഷയമാണ്. രണ്ടുപേരും ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയാണ്. മറ്റേ രണ്ടാമത്തെ വ്യക്തി 1 വർഷത്തിന് ശേഷം സാധാരണ മരണം വരിച്ച വ്യക്തിയാണ്. സ്വപ്നം എന്തെന്നറിയോ? ഇതിൽ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കാണുന്നു. സ്വർഗത്തിന്റെ വാതിലിൽ നിന്ന് മലക്കുകൾ വിളിക്കുന്നത് രണ്ടാമത് സാധാരണ മരണം വരിച്ച വ്യക്തിയെ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ക്ഷണിക്കുന്നു. രണ്ടാമതാണ് ഷഹീദായ ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ടു ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. പിറ്റേ ദിവസമായി സുബഹിന്റെ സമയം സഹാബത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടി. അവിടെ ചർച്ചയായി. സഹാബത്ത് അത്ഭുതത്തോടുകൂടി ഇത് കേൾക്കുന്നു. ഇത് കണ്ടുവന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? വിഷയം എന്താണെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോ ഈ വിഷയങ്ങളൊക്കെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചു കൊടുത്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന,
മറ്റേ ഷഹീദായ വ്യക്തിയേക്കാൾ 1 വർഷം കൂടി ജീവിക്കാൻ അവസരം സ്വർഗത്തിൽ ആദ്യം പ്രവേശിച്ച വ്യക്തിക്ക് കിട്ടിയില്ലേ? ഖാലു ബല. അവരെല്ലാരും പറഞ്ഞു അതെ, 1 വർഷം കൂടി ജീവിക്കാനുള്ള അവസരം കിട്ടി. വഅദ്റക റമളാൻ ഫസ്വാമഹു. ആ 1 വർഷത്തിൽ റമളാൻ ലഭിക്കുകയും അതിൽ നോമ്പ് നോക്കാനുമുള്ള അവസരം ലഭിച്ചിട്ടില്ലേ? സ്വഹാബത്ത് പറഞ്ഞു ഖാലു ബല, അതെ, യെസ്, അവസരം ലഭിച്ചു. അതാണ് ആകാശ ഭൂമികളോളമുള്ള അന്തരം. ആ 1 വർഷത്തെ സുജൂദും റുകൂഉം അതുപോലെയുള്ള റമളാൻ ലഭിച്ചതും ആ റമളാനിൽ നോമ്പ് നോക്കാൻ അവസരം ലഭിച്ചതും ആകാശ ഭൂമികളോളം അന്തരവും ഒരു മനുഷ്യൻ ഷഹീദായ മനുഷ്യനേക്കാൾ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കാൻ കാരണമായി തീർന്നതും അവന് റമളാൻ കിട്ടി എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് അടുത്ത വർഷം റമളാൻ കിട്ടുമോ ഇല്ലയോ എന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഉറപ്പുള്ളതാണ്, നമ്മൾ റമളാനിലാണ്. അള്ളാഹു നമുക്ക് റമളാൻ തന്നു, റമളാനിന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നൽകി. ഇനി റമളാനിന്റെ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇല്ല എങ്കിൽ എന്തെന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രാർത്ഥിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കാണല്ലേ. മലക്കുകളുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രം പ്രവർത്തിക്കുന്നവരാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാത്തവരാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ അപ്രകാരം പ്രവർത്തിക്കുന്ന, ഒരു നിലക്കുമുള്ള അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ആളുകളാണ് മലക്കുകൾ. ആ മലക്ക് വന്ന് ആ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രാർത്ഥിക്കുകയാണ്. റഗിമ അൻഫു ഇംറിഇൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ഒരു മനുഷ്യന് റമളാൻ ലഭിച്ചു, എന്നിട്ട് ആ റമളാനിലൂടെ അവന് പൊറുക്കപ്പെടാത്ത അവസ്ഥയിലാണ് ആ റമളാൻ കടന്നുപോയിട്ടുള്ളത് എങ്കിൽ അവൻ മൂക്കുകുത്തി താഴെ വീഴട്ടെ, നാശമടയട്ടെ എന്നാണ്. നാശമടയട്ടെ എന്നാണ്. ആമീൻ പറഞ്ഞത് ആരെന്നറിയോ? അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് മഹോന്നനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാൻ. ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്ന് ഒരിക്കലും നമ്മൾ ആരും ധരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകും എന്ന് നമ്മൾ ആരും ധരിക്കേണ്ടതില്ല. നമ്മൾ ധരിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ആ ഒരു പ്രാർത്ഥനയ്ക്ക് കീഴിലുള്ള ഒരു വ്യക്തിയാകൂല എന്നതായിരിക്കണം നമ്മുടെ പ്രതിജ്ഞ. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പരിശ്രമങ്ങൾ എടുക്കണം. അതിനൊന്നാമതായി വേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. രഹസ്യ പരസ്യമായ തിന്മകൾ, നമ്മുടെ സാമ്പത്തികമായ ഇടപാടിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവസാനിപ്പിച്ച് ഏറ്റവും നല്ല മനോഹരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അഫ്ളലായ മനുഷ്യനാരി എന്ന് ചോദിക്കപ്പെടുമ്പോൾ സഹാബത്ത് ചോദിക്കണത് അയ്യുന്നാസി അഫ്ളൽ, ഏറ്റവും അഫ്ളലായ മനുഷ്യനാരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത്തഖിയ്യു നഖിയ്യു അല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അത്തഖിയ്യു, തഖ്വയുള്ള മനുഷ്യനാണ്. ഒന്നാമതായി എണ്ണിയത് റമളാനിന്റെ ലക്ഷ്യത്തെയാണ്, നോമ്പിന്റെ ലക്ഷ്യത്തെയാണ്. എന്താണ് ലക്ഷ്യം? തഖ്വ നേടിയെടുക്കുക. ആ തഖ്വ നേടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം വിജയിച്ചു സഹോദരങ്ങളെ. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതമുണ്ടോ, സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ബറക്കത്തുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. അതല്ല, റബ്ബിനെ ഭയപ്പെട്ട ഉള്ള ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ ചില സ്ഖലിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, പല പ്രശ്നങ്ങളും, നാം അറിയാത്ത പല പ്രശ്നങ്ങളും നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെടുക എന്നത് ഒന്നാമത്തെ വിഷയമാണ്. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വ നേടിയെടുത്ത് ജീവിക്കുക എന്നത് ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. രണ്ടാമത്തൊന്നറിയോ? തഖിയു വന്നഖിയു. നഖി എന്ന് പറയുമ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, എത്രയാണോ കിട്ടുന്നത് ഉള്ളതിൽ നമുക്ക് ലഭിച്ചതിൽ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് മർമ്മപ്രധാനമാണ്. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് ആലോചിച്ചും ആവലാതിപ്പെട്ടും കൊണ്ട് ജീവിക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. അയൽവാസി അവൻ നല്ല കാർ എടുക്കുമ്പോൾ അവനെ പോലെയുള്ള കാർ എനിക്കെടുക്കണം, പക്ഷെ എന്റെ ഭാഗത്ത് അത്രയും സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ല എന്ന് കണ്ടിട്ടും ആ കാർ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നിടത്താണ് അസൂയയും അതുപോലെയുള്ള സംഭവങ്ങൾ വരുന്നതും അതിലൂടെ അവന്റെ ജീവിതത്തിലുള്ള പല ബറക്കത്തുകളും നഷ്ടപ്പെടുന്നതും.
അതിന്റെ പേരിൽ ലോൺ എടുക്കും, അതിന്റെ പേരിൽ പലിശയ്ക്ക് പിന്നാലെ പോകും. അതിലൂടെ അവന്റെ ജീവിതം തന്നെ ആ പലിശയിൽ മുങ്ങിയും അവനാകെ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ലൈവായി നമ്മൾ പലരുടെയും ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതും കിട്ടുന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെന്താ പറഞ്ഞെന്നറിയോ? മനസ്സിൽ യാതൊരു നിലക്കുമുള്ള വിദ്വേഷമോ വൈരാഗ്യമോ മറ്റു യാതൊരു നിലക്കും മറ്റുള്ള ആളുകളോടുള്ള ഒരു പ്രശ്നങ്ങളുമില്ലാത്ത അങ്ങനെ സലീമായ പരിശുദ്ധമായ ഹൃദയമുള്ള ആളുകൾ അവരാണ് അഫ്ളലുന്നാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരോടും ഒരു വിദ്വേഷവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് തീരുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? സാധാരണ നമ്മൾ എന്താ ചെയ്യല്? ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പോയി ബന്ധം ചേർക്കും, അല്ലേ? അവൻ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാനും വിളിക്കുന്നില്ല. ഇതാണ് നമ്മുടെ നിലപാട്. അവ ഇപ്പൊ എന്റെ കല്യാണത്തിന് വന്നില്ലല്ലോ, എന്റെ മകന്റെ കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോ അവന്റെ കല്യാണത്തിന് ഞങ്ങളും പോകുന്നില്ല. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇടയിലുള്ള മാനസിക പിരിമുറുക്കങ്ങളും തീരുമാനങ്ങളും അങ്ങനെയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? ലൈസൽ വാസിലു മുക്കാഫി. പകരത്തിന് പകരം ചെയ്യുന്ന ആ ഒരു ബന്ധമല്ല ശരിക്ക് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ചേരാത്ത ബന്ധങ്ങളെ അങ്ങോട്ട് പോയി ചേർക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് പിരിഞ്ഞിരിക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ, പിരിഞ്ഞിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ തൗഹീദ് പറഞ്ഞതിന് ശേഷം, തഖ്വ പറഞ്ഞതിന് ശേഷം കുടുംബ ബന്ധം എടുത്തു പറയുകയാണ്. നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞിട്ടുണ്ടോ നമ്മുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയരില്ല എന്നാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ ആകാശ ലോകത്തേക്ക് ഉയരുമെന്നാണ്. പക്ഷേ ആകാശ ലോകത്തേക്ക് ഉയരുമ്പോൾ രണ്ടു കൂട്ടരുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയരില്ല. ഒന്നാമത്തത് ശിർക്ക് ചെയ്ത അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾ, അത് എത്ര പ്രയാസപ്പെട്ട് നിസ്കരിച്ചതാണെങ്കിലും ശരി, എത്ര സമ്പത്ത് മുടക്കി ചെയ്ത ഇബാദത്താണെങ്കിലും ശരി, അവന്റെ ഇബാദത്തുകൾ വാനലോകത്തേക്ക് ഉയരൂല, അള്ളാഹുവിലേക്ക് എത്തിച്ചേരൂല, അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കൂല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും തേട്ടവും നമ്മുടെ എല്ലാ നിലക്കുമുള്ള ഇബാദത്തും കീഴ്വണക്കവും അള്ളാഹുവിന് മാത്രം എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് വിജയം, ഒന്നാമത്തെ വിജയമുള്ളത്. രണ്ടാമത്തെന്തെന്നറിയോ? രണ്ടാമത്തത് മുഷാഹിൻ. പ്രവാചകൻ പറയാണ്, മുഷാഹിൻ അവന്റെ കർമ്മങ്ങൾ ഉയരൂല. മുഷാഹിൻ എന്ന് പറഞ്ഞ എന്തെന്നറിയോ? തന്റെ സഹോദരനുമായി ബന്ധം വിച്ഛേദിച്ചവൻ, അകൽച്ചയിൽ കഴിയുന്നവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുമെന്നാണ്, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, 3 പ്രാവശ്യം പറയുന്ന. അവർ പരസ്പരം രഞ്ജിപ്പാകുന്നത് വരെ നിങ്ങളൊന്ന് കാത്തിരിക്ക്, അതിനുശേഷം മതി അവരുടെ അമലുകളുമായി മുകളിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല ഓർഡർ ഇടുന്നതാണ്. സഹോദരങ്ങളെ, ബന്ധങ്ങൾ ഇണക്കി ചേർക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. നമ്മുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടവരാണ് ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ. ആത്മാർത്ഥമായി മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ ഒരു പേരിന് വന്ന് കണ്ട് മരിച്ചതല്ലേ എന്ന് പറഞ്ഞു വന്ന് കണ്ടുപോകേണ്ട ആളുകളല്ല. നമ്മുടെ മയ്യത്തിന്റെ മേൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടവരാണ് നാം മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ബന്ധുക്കാർ, നമ്മുടെ അയൽവാസികൾ. അവരോട് നല്ല രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ കുത്തുവാക്കുകൾ പറഞ്ഞെന്ന് വരാം. അവിടെയും മാന്യമായി അവരോട് നല്ല രൂപത്തിൽ പെരുമാറുമ്പോഴാണ് പ്രവാചകൻ പറഞ്ഞല്ലോ, അങ്ങോട്ട് പോയി സലാം പറയുന്നവനാണ് ഏറ്റവും ഖൈറായിട്ടുള്ളവനെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ റമളാൻ മാസത്തിൽ വിട്ടുവീഴ്ചയുടെയും നമ്മൾ എന്താ അള്ളാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്? അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എന്താ അള്ളാന്റെ അടുത്ത് ചോദിക്കണത്? എന്താ? അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ. അല്ലാഹുവേ, നീ എന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ ബന്ധുക്കാരുടെ വിഷയത്തിൽ, ചെറിയ നിസാരമായ വിഷയത്തിൽ പിണങ്ങിക്കഴിഞ്ഞിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ നമ്മൾ നമ്മുടെ റബ്ബിനോട് എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്തിട്ട് അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ എല്ലാവരോടും, നമുക്ക് നമ്മുടെ മനസ്സിൽ ആരോടും പകയില്ല, വിദ്വേഷമില്ല. അതാണ് തഖ്വ. ആരോടും വെറുപ്പില്ല, പിണക്കമില്ല. ഇങ്ങനെ ഒരു തഖ്വ നേടിയെടുക്കാൻ സാധിച്ചാൽ സഹോദരങ്ങളെ, ഈ റമളാനിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം രണ്ടാമത്തെ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞു, പാപമോചനം ലഭിക്കുക എന്നത്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാനുള്ള കാരണമായി കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചു നോമ്പ് നോക്കുക. വീണ്ടും പഠിപ്പിച്ചു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മറ്റൊരു കാരണമായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത് രാത്രി നിസ്കാരമാണ്. ഇനി ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ, രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പാപങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തു മടങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല വിളിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നാസിഹായ, നിഷ്കളങ്കമായ, കപടതയില്ലാത്ത, ഏറ്റവും നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങൂ, റബ്ബിലേക്ക് മടങ്ങൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുന്നുണ്ട്. തൗബ ചെയ്യണം. ആത്മാർത്ഥമായി കണ്ണുകൾ നനച്ചുകൊണ്ട്, റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഉയരേണ്ട സമയങ്ങളാണ് ഈ സമയങ്ങൾ. ഇത് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടില്ല. ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്ന് നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മുഴുവൻ ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ മറ്റു 20 ദിവസങ്ങളിൽ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ പരിശ്രമിക്കുമായിരുന്നു നന്മകൾ നേടിയെടുക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇദാ ദഖലൽ അശ്റു, അശ്ർ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടുത്ത മുണ്ടിനെ ഇറുക്കി ഉടുക്കുമായിരുന്നു. വഅയ്ഖല അഹ്ലഹു വഅഹ്യ അൽ-ലൈല, തന്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തി രാത്രി ജീവിപ്പിക്കുമായിരുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ റമളാൻ വിട പറയുമ്പോൾ ഇതിന്റെ ചൈതന്യത്തെ നേടിയെടുക്കാനും ആ ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കാനും ആ ചൈതന്യത്തോടുകൂടി 11 മാസക്കാലം ഇനിയുള്ള ജീവിതം നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ ആ തഖ്വയിലൂടെ ജീവിക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ഈ റമളാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് റമളാനിന്റെ പകലിൽ ഇല്ലേ, നമുക്കറിയാലോ, റമളാനിന്റെ പകലിൽ നമുക്ക് അനുവദനീയമായ നമ്മുടെ ഭാര്യമാരെ പോലും നമ്മൾ വിട്ടുനിന്നു. കാരണം എന്താ? പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്, ചെയ്യരുതെന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്, സമീപിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്. ആ അള്ളാഹുവിന്റെ കൽപ്പനയെ, അനുവദനീയമായ കാര്യത്തെ പോലും റമളാനിന്റെ പകലിൽ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാത്ത തിന്മകൾ നമുക്ക് മാറ്റി നിർത്താൻ പ്രയാസമൊന്നുമില്ല എന്ന് ഈ റമളാനിലൂടെ, ഈ നോമ്പിലൂടെ, നമ്മുടെ ഈ ജീവിതത്തിലൂടെ, ഈ ഒരു മാസക്കാലത്തിലൂടെ അള്ളാഹു നമ്മിൽ നിന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ട് തിന്മകൾ അവസാനിപ്പിച്ച് നന്മകളിലൂടെ, തഖ്വയിലൂടെ ജീവിക്കാൻ ഇനിയുള്ള മാസങ്ങൾ, ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ നന്മകൾ കരസ്ഥമാക്കാനും റമളാൻ കഴിഞ്ഞുള്ള ജീവിതം ഏറ്റവും മനോഹരമായ ജീവിതം നയിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതിലുപരി, കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അടുത്തത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാന്യ പണ്ഡിതൻ അക്ബർ ഷാ അൽ ഹൈക്കമിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ അതിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ റമദാൻ കഴിഞ്ഞാലും നാം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചില വിലയേറിയ ഉപദേശങ്ങളാണ് നിങ്ങൾ കേട്ടത്. റമദാൻ വിട പറയുന്നത് പോലെ തന്നെ നമ്മളും ഈ ദുനിയാവിനോട് വിട പറയേണ്ടവരാണ്. വിട പറയൽ എല്ലാവർക്കും അനിവാര്യമായ സംഗതിയാണ്. നമ്മളാരും തന്നെ ഈ ദുനിയാവിൽ ശാശ്വതരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും ശാശ്വതത്വം ഈ ദുനിയാവിൽ നൽകിയിട്ടുമില്ല. മരിക്കുമെന്ന സത്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മുസ്ലിമും അമുസ്ലിമും ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനുമൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ് മൗത്ത്, മരണം. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിലും മരിക്കണം, അത് തീർച്ച. പക്ഷെ നമ്മെ വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട്. ദൈവനിഷേധിയും മരിക്കുമെന്ന് വിശ്വസിക്കുന്നു, പടച്ചവനിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന നമ്മളും മരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മെയും അവരെയും വേർതിരിക്കുന്ന ഘടകം എന്താണ്? ഒരു മുസ്ലിം ഉറച്ചു വിശ്വസിക്കുന്നു മരണത്തോടുകൂടി അവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് മരണത്തിനും അപ്പുറം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ് അവൻ നടത്തുന്നത്. മരണാനന്തര ജീവിതം, മരണം മരണാനന്തരം, അതാണ് നമ്മുടെ വിഷയം. മരണം എന്നത് മാത്രമല്ല, മരണം മരണാനന്തരം. ആ മരണാനന്തരം എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് ഈ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത്. മരണത്തിനും അപ്പുറം ഒരു ജീവിതം നമ്മെ കാത്തിരിക്കുകയാണ്, ഹക്കായ ജീവിതം. നമുക്കറിയാം, ഇതര മതസ്ഥരിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അവർ മരണത്തിനും അപ്പുറം പരലോകം എന്ന ഒരു വിശ്വാസത്തിന് ദൈവവിശ്വാസമുള്ള ഇതര മതങ്ങൾ തന്നെ വലിയൊരു പ്രാധാന്യം കൊടുത്തു കാണില്ല. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ചില മതങ്ങളിലൊക്കെ മരണത്തിനും അപ്പുറം എന്താണ്? അത് ആത്മശാന്തിയാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പരിണാമമാണ്. ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തിലേക്ക് പരകായ പ്രവേശം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു കൂട് വിട്ട് കൂട് മാറ്റം. അതൊരു ശരീരത്തിലായിരുന്നു, പിന്നെ ആ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ അടുത്ത ശരീരം സുഖസൗകര്യങ്ങളുള്ള സന്തോഷപൂർണമായ ജീവിതം ലഭിക്കുന്ന ഒരു ശരീരമാകണമെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ സുഹൃതം ചെയ്യണമെന്നാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യം എന്തേ ഉള്ളൂ? അടുത്ത ജന്മത്തിൽ ഒരു ഉയർന്ന ജാതിയിലോ അല്ലെങ്കിൽ സുഖാനുഗ്രഹങ്ങളുള്ള ഒരു മനുഷ്യനായി ജനിക്കാം. മറ്റു ചില മതങ്ങൾ പറയണത് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിലേക്ക് ലയിച്ചു ചേരും, അതോടുകൂടി ആത്മനിർവൃതി കിട്ടും, പിന്നെ ദുരിതങ്ങളില്ല, പ്രയാസങ്ങളില്ല, രോഗങ്ങളില്ല, മരണമില്ല. അങ്ങനെ ഇല്ലാത്തൊരു ലോകത്തേക്ക് ദൈവത്തിലേക്ക് ലയിച്ചു ചേരുക എന്നത് മാത്രമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കണം. ഇസ്ലാമിക വിശ്വാസം എന്നുള്ളത് മരണത്തിനു മുമ്പുള്ള നമ്മുടെ ഈ ഐഹിക ജീവിതം പരീക്ഷണത്തിൻ്റെ ഇടമാണ്. പരീക്ഷണത്തിൻ്റെ ഇടം അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്.
കൽപ്പനകൾ പാലിക്കുകയും വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അനുസരണയോടുകൂടി ജീവിച്ചവൻ മുഅ്മിൻ മുസ്ലിം. അവൻ മരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ സംതൃപ്തിയും അവന്റെ സ്നേഹവും പൊരുത്തവും അവന് ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് കാത്തിരിക്കുന്നത് സുഖാനുഭൂതിയുടെ സ്വർഗീയ ഗേഹമാണ്. അതിനെയാണ് ജന്നത്ത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളത്. ആ മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിനെ വർണ്ണിച്ചത് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്ന സ്വർഗത്തിന്റെ ഉപമ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകും, പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങൾ, മുദ്ഹാമ്മത്താൻ ഫിഹ ഐനാനി തജ്രിയാൻ, ഒഴുകുന്ന രണ്ട് സമൃദ്ധമായ നദികൾ. ഇങ്ങനെയൊക്കെ ആ സ്വർഗീയ ലോകത്തെക്കുറിച്ച് വർണ്ണിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പം മുഅ്മിൻ വിശ്വസിക്കുന്നത് അതാണ്. വിജയത്തിനും അപ്പുറം അവനൊരു ലോകമുണ്ട്, അവിടെ മരണമില്ല. മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലോടുകൂടി ഒരു മനുഷ്യനും രണ്ട് മരണമില്ല. ഏതൊരു വ്യക്തിക്കും ഒരു മരണം മാത്രം. ആ മരണത്തിനും അപ്പുറം ഒരു ജീവിതമാണ്. അതാണ് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നരകത്തിലാണെങ്കിലും അവിടെ അല്ലാഹു തആല പറഞ്ഞു സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ അവൻ ജീവിക്കാനും പോകുന്നില്ല മരിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മരണമില്ല, എന്നാൽ ആസ്വാദനത്തിന്റെ ഒരു ജീവിതവുമില്ല. ദുരിതപൂർണമായ ജീവിതമാണ് നരകം എന്ന ഗേഹത്തിൽ അള്ളാഹു കുറ്റവാളികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ നിങ്ങളുടെ വിശ്വാസം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, തദ്കിറ. ഞാനും നിങ്ങളും എന്ന മുസ്ലിം ഉറച്ചു വിശ്വസിക്കുന്നു മരണത്തിനും അപ്പുറം ഇത് നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാകണം ഈ റമളാനും നമ്മുടെ ശിഷ്ടകാലവും. ആയുസ് വളരെ പരിമിതമാണ്, കുറച്ച് ആയുസ് മാത്രമാണ് നമുക്കുള്ളത്. ദുനിയാവിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ തന്നെ പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലലാഖിറതു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. ദുനിയാവിന് അബക്കയില്ല, ദുനിയാവിന് പിന്നെ ബാക്കിയാവൂല, അത് ശേഷിക്കുന്നതല്ല. ദുനിയാവ് നീങ്ങിപ്പോകേണ്ടതാണ്. എന്നും ബാക്കിയാകുന്നത് പരലോകമാണ്. ദുനിയാവിൻ്റെ കുറഞ്ഞ ആയുസ്, മൊത്തം ദുനിയാവിൻ്റെ ആയുസ് അത്ര വളരെ കുറച്ചാണ്. അതിൽ സിംഹഭാഗവും നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായി. അത് തന്നെ ഈ ദുനിയാവിൻ്റെ ആയുസ് കഴിഞ്ഞതിൻ്റെ അടയാളമാണ്. അവിടെ നിന്ന് പറഞ്ഞില്ലേ, ബുഇസ്തു അന വസ്സഅതു ഖാതൈൻ, ഞാനും അന്ത്യദിനവും ഇപ്രകാരം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ രണ്ട് വിരലുകളെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെടുത്ത് കാണിച്ചു തന്ന് പഠിപ്പിച്ചു നാം. അതിൽ ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. അന്ത്യനാളും നബിതങ്ങൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചൂണ്ടുവിരലിനേക്കാൾ ഒരല്പം ദൈർഘ്യം കൂടി എന്തുണ്ട്, നടുവിരലുണ്ട്. അത്ര ദൈർഘ്യം. ദുനിയാവിന്റെ ആയുസ് ഇത്രയാണെങ്കിൽ ഇവിടെ എത്തി. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ശേഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഇന്ന് 1414 നൂറ്റാണ്ടുകൾ പിന്നീടാണ്, 15 നൂറ്റാണ്ടുകളിലേക്ക് നമ്മൾ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായിട്ട്. പ്രിയപ്പെട്ടവർ, ഇനി എത്രയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? അന്ത്യനാളിന്റെ അലാമാത്തുകൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അനേകം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ചെറിയ പല ലക്ഷണങ്ങളും പ്രകടമായി. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങൾ അധികവും ഇവിടെ സംജാതമായി കഴിഞ്ഞു എന്നാണ്. ഇനി വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത്രത്തോളം ദുനിയാവിന്റെ ആയുസ് കുറഞ്ഞു. ഇത് ദുനിയാവിന്റെ അന്ത്യം. എന്നാൽ ഓരോ വ്യക്തിയുടെയും അന്ത്യം എന്നുള്ളത് അവന്റെ മരണമാണ്. എൻ്റെ അന്ത്യനാളെന്ന എൻ്റെ മൗത്താണ്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ അന്ത്യദിനം എന്നാണ്, നിങ്ങളുടെ മൗത്താണ്. എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിലൂടെ നമ്മുടെ റൂഹിനെ പിടിക്കുന്നത്, ഏറ്റുവാങ്ങുന്നത്, അന്ന് നമ്മുടെ അന്ത്യദിനം തുടങ്ങി. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും, നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക്, മനുഷ്യരുടെ ആത്മാക്കൾ ഏറ്റുവാങ്ങാൻ അള്ളാഹു നിയോഗിച്ച ദൂതന്മാർ, അവർ നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, അവിടെയാണ് നമ്മളും ഇതര മതസ്ഥരും വേർതിരിയുന്നത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, ശേഷം നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസമുള്ള നമ്മൾ സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന നമ്മൾ തീർച്ചയായും ആ മടക്കത്തിന് വേണ്ടിയുള്ള നല്ലൊരു തയ്യാറെടുപ്പ് നടത്തിയേ മതിയാകും. നല്ലൊരു തയ്യാറെടുപ്പ്. നമ്മൾ പറഞ്ഞാൽ അവസാനത്തെ 10 നമ്മളുള്ളത്. ഒരു രാത്രിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. 1000 മാസം. ഒരു വർഷത്തിൽ 12 മാസമാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹു എന്നെ രേഖപ്പെടുത്തിയാണ് 12 മാസമാണ് ഒരു വർഷം. ചന്ദ്രപ്രഭ അനുസരിച്ചാലും ചന്ദ്രവർഷം അനുസരിച്ചാലും 12 മാസം. 1000
മാസങ്ങൾ എത്ര വർഷത്തിന് തുല്യമാണ്? 83 വർഷവും 4 മാസത്തിനും സമാനമാണ്. 83 വർഷവും 4 മാസത്തിനും തുല്യമാണ് 1000 മാസം. ഒരു മനുഷ്യൻ ശരാശരി 83 വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 83 വർഷം അവൻ നിരന്തരം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന പ്രതിഫലം, അതിൻ്റെ മഹത്വം പോരിശ ഒരൊറ്റ രാത്രി കൊണ്ട് നേടാൻ നമുക്ക് കഴിയും. എന്ത് ചെയ്യണം? ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാത്രി ഒരല്പം മെനക്കെടണം. ഈ ദിനങ്ങളെ നമ്മൾ സജീവമാക്കണം, ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഹദീസിലുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്യൽ ലൈല വഅയ്ഖള അഹ്ലഹു, രാത്രിയെ സജീവമാക്കി. രാത്രി ഒരല്പം നമുക്ക് റെസ്റ്റ് എടുക്കുക, ഉറങ്ങിയ. നമ്മൾ ചിലപ്പോൾ പകല് ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം, അവരുടെ നിത്യേനയുള്ള ഉപജീവനം കണ്ടെത്തുന്ന അതിൽ നിന്നായിരിക്കും. പക്ഷെ സഹോദരങ്ങളെ, ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ 10ൽ 4 കഴിഞ്ഞു. ഇനി 6 ദിവസം, 5-6 ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ദിവസത്തിന് വേണ്ടി നന്നായി ഒരുങ്ങാൻ, ഒരല്പസമയം ഒരു ക്ഷീണം സഹിക്കാൻ, ഒരല്പം ഉറക്കമുളയ്ക്കാൻ, റബ്ബിന്റെ കലാമ് തുറന്നു വെച്ച് ഒന്ന് പാരായണം ചെയ്യാൻ, നമ്മുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമുക്ക് ചില വിഭവങ്ങൾ ഒരുക്കി വെക്കാനുള്ള അവസരമാണ്. ഓക്കെ, നമുക്ക് മുൻകഴിഞ്ഞ നബിമാരുടെ സമുദായങ്ങൾക്ക് ആയുസ് കൂടുതലായിരുന്നു. അവർക്ക് സുദീർഘമായ ആയുസ് കൊടുത്തു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നൂഹ് നബിയുടെ പ്രബോധന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞ എന്താണ് ഖുർആനിൽ? 950 വർഷക്കാലം അദ്ദേഹം തന്റെ ജനതയെ ദഅവത്ത് ചെയ്തു എന്നാണ്, പ്രബോധനം ചെയ്തതാണ്. 950 വർഷം ഖുർആനി പറഞ്ഞാണ്. അപ്പോൾ എത്ര ജീവിച്ചിട്ടുണ്ടാകണം? അള്ളാഹു ആലം. 950 വർഷം ജനങ്ങളുമായിട്ട് അള്ളാഹുലേക്കുള്ള ക്ഷണം നടത്തിയ മഹാപ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം. അപ്പോൾ ഇതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ദീർഘമായ ആയുസ് കിട്ടി, പക്ഷെ അവർക്ക് ലൈലത്തുൽ ഖദർ എന്ന ഫضل കൊടുത്തില്ല. അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ ഉമ്മത്തിങ്ങൾ, ഈ പാവപ്പെട്ട നമുക്കും തന്നതാണ്, നമുക്ക് കിട്ടിയതാണ്. ആയുസ് കുറഞ്ഞ നമ്മൾ, അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ70 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 60നും 70നും ഇടയ്ക്കാണ്. ചിലർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു ബോണസ് ആയിട്ട് കണ്ടാൽ മതി. ഇതാണ് ആവറേജ്. ഇത്ര നമുക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, കിട്ടുമെങ്കിൽ തന്നെ. അപ്പോൾ അത്ര വളരെ കുറവാണ് 60ഉം 70 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വർഷത്തിൽ ലൈലത്തുൽ ഖദറിനെ വെച്ച് വന്നു. ഒരു മനുഷ്യൻ 83 വർഷത്തിലധികം ജീവിച്ചിരുന്നാൽ കിട്ടുന്ന നന്മകൾ ആ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടൊരു 10 ദിവസം വലുതാണ്? സമയം അതിവേഗം നമ്മൾ ഇന്ന് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണത്തിനായി, മരണാനന്തര ജീവിതത്തിനായി ഒരുക്കി വെക്കാൻ നമുക്ക് കഴിയണം. ദുനിയാവിന്റെ ശൂലുകളൊക്കെ ഒരല്പം കുറയ്ക്കേണ്ടവരാണ് നമ്മൾ. പ്രത്യേകിച്ച് റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയത, ആത്മപരിചരണം നേടിയെടുക്കേണ്ട ഒരു സീസണാണ്, മവാസിമുൽ ഖൈറാണ്. അത് നമ്മൾ ഇന്ന് എത്ര വേഗമാണ് കഴിഞ്ഞു പോയത് റമദാൻ. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ വിട വാങ്ങുന്നത് അവന്റെ സന്തോഷമുള്ള കാര്യമില്ല. പെരുന്നാൾ സന്തോഷം എന്ന് പറയും, പെരുന്നാൾ സന്തോഷിക്കണം, അന്ന് ദുഃഖിക്കാൻ പോലും പാടില്ല, ദുഃഖിക്കൽ നിഷിദ്ധമാണ്. നമ്മൾ അന്ന് സന്തോഷിക്കണമെന്നാണ്. ദുഃഖങ്ങൾ ഉള്ളവർ പോലും, താഴ്ചയത്തുള്ളവർക്ക് 3 ദിവസം മരണം നടന്ന ഉറ്റവരുടെ മരണം നടന്നാൽ 3 ദിവസം അവർക്ക് ദുഃഖാചരണം നടത്താൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ പെരുന്നാളാണെങ്കിൽ പോലും ആ ദുഃഖാചരണം ഒഴിവാക്കലാണ് നല്ലത്, അവർക്ക് സന്തോഷിക്കാൻ. പക്ഷെ വേറൊരു ദുഃഖം ഒരു മുഅ്മിനിനുണ്ട്. എന്തെന്നറിയോ? നന്മയുടെ സീസൺ അവിടെ നിന്ന് കഴിഞ്ഞുപോയി. ഒരു ദുഃഖം, നന്മയുടെ അവസരം, തനിക്ക് ചാൻസ് ഇനിയൊരു റമദാൻ കിട്ടുമോ? യാതൊരു പ്രതീക്ഷയില്ല. മരണം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടുവോ? നമുക്കറിയില്ല. ലൈലത്തുൽ ഖദറിന്റെ ഒരു മഹത്വം എന്താണെന്നറിയോ? മറ്റ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ തന്നെ ഖദറിന്റെ രാത്രി, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രി എന്നാണ്. അതാണ് നമ്മൾ ലൈലത്തുൽ ഖദർ എന്ന് പറയാറുണ്ടല്ലോ. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അടുത്ത ഒരു വർഷത്തേക്ക് ഈ ദുനിയാവിൽ നടക്കേണ്ട, സംജാതമാകേണ്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകൾക്ക് അറിയിപ്പ് കൊടുക്കുന്നത്. ജനനം, മരണം, പ്രകൃതി വിഭവങ്ങൾ, ദോഷങ്ങൾ, ദുരന്തങ്ങൾ, വിപത്തുകൾ, എന്തെല്ലാം ഇവിടെ മുഖദ്ദറാണോ അള്ളാഹു തആല തീരുമാനിച്ച് ആവിഷ്കരിച്ച കാര്യങ്ങൾ, അത് നടപ്പിലാക്കാൻ മലക്കുകൾക്ക് അറിയിപ്പ് കൊടുക്കുന്ന ദിനം. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദുഖാൻ. അള്ളാഹു തആല പറഞ്ഞു, ആ രാത്രിയിൽ എല്ലാ കാര്യങ്ങളും മലക്കുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഡ്യൂട്ടി. ഇന്ന കാര്യങ്ങൾ അവിടെ നടക്കും. ഇതൊക്കെയാണ് ഇവിടെ സംജാതമാകേണ്ടത്. പിശാചുക്കൾ വാനലോകത്തേക്ക് അന്ന് അടുക്കൂല ലൈലത്തുൽ ഖദറിൽ. മലക്കുകൾ നിബിഡമായിരിക്കും ആകാശത്ത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടികൾ, മലക്കുകൾ. അത് ഇറങ്ങുമെന്നാണ് ആ രാത്രിയിൽ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകളും മലക്കുകളുടെ നേതാവായ ജിബ്രീലും ഇറങ്ങുന്ന രാത്രി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ധാരാളം ഒരുക്കി വെക്കാൻ കഴിയണം. ദുനിയാവിന്റെ അവസ്ഥകൾ, ദുനിയാവിന്റെ പിന്നാലെയുള്ള പരക്കം പായ്ച്ചിൽ, അതിനോടുള്ള കിതപ്പ് ഒന്ന് കുറയ്ക്കണം.
നമ്മൾ ആഖിറത്തെ കൂടുതലായി ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മാർക്കറ്റിൽ ഒരിക്കൽ പ്രവേശിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മദീനയിലെ മാർക്കറ്റിൽ കയറി, അവിടെ ഉണ്ട് ആളുകൾ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ കച്ചവടത്തിൻ്റെയൊക്കെ തിരക്കിലാണ്. ഒരു ആട് ചത്തിങ്ങനെ കിടപ്പുണ്ട്. അതാകട്ടെ ചെവി മുറിഞ്ഞ ദ്രവിച്ച ചെവി പോയ ഒരു ആടാണ്. ജീവനുണ്ടെങ്കിൽ തന്നെ ആർക്കും വേണ്ടാത്തൊരു സാധനം, അത് ചത്തിടക്കാണ്, ആരും നോക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആടിനെ വലിച്ച് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ജനങ്ങളെ വിളിച്ച് അവരെല്ലാം ഇങ്ങനെ ശ്രദ്ധ തിരിപ്പിച്ചു. നിങ്ങളിൽ ആരാണ് ഇത് 1 ദിർഹമിന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? 1 ദിർഹം മതി. 1 ദിർഹം ചെറിയ പൈസയാണ്. 1 ദിർഹമിന് ഇത് ആര് വാങ്ങാനുണ്ട്? സ്വഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ആരും അത് പകരത്തിന് വാങ്ങാൻ അത് ആഗ്രഹിക്കണില്ല. അതെന്താ, ചത്തുപോയില്ലേ? ജഡം എന്ന് പറഞ്ഞാൽ നജസാണ്, ശറഈയായിട്ട് ഇസ്ലാമിൽ തിന്നാൻ പാടില്ല. പിന്നെ ചത്തുപോയതിനെ എന്ത് ഉപകാരം എടുക്കാനാണ്? അതിനെ കറവെടുക്കാനാണോ, അതിന് മറ്റെന്തെങ്കിലും മേയ്ക്കാനാണോ? ഒന്നിനും കഴിയൂല. ഇൻതാജ് അവിടെ തീർന്നു, അതുകൊണ്ട് ഇനി വേറെ ഒന്നും നമുക്ക് ഉൽപാദനം ഇല്ല. സ്വഹാബത്ത് പറഞ്ഞത് അത് ആരാഗ്രഹിക്കില്ല. സൗജന്യമായിട്ട് ആർക്കെങ്കിലും വേണോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചുമ്മാ തന്നാലും നബി, ഇത് ആരെടുക്കാനാണ്? ഇത് ചത്ത ആടല്ലേ, മാത്രമല്ല അത് അസക്കാണ്, അതിന്റെ ചെവിയൊക്കെ കീറി പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളത് ജീവിച്ചായിരുന്നാൽ പോലും ആരും നോക്കാത്തൊരു സാധനം ചത്തിടുന്ന പിന്നെ എങ്ങനെ എടുക്കും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ഈ ചത്ത ആടിന് നിങ്ങൾ വില കൽപ്പിക്കാത്തതുപോലെ എത്ര നിസ്സാരമായി നിങ്ങൾ കാണുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ നിസ്സാരമാണ് നിങ്ങളുടെ ദുനിയാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടാണ്, ദുനിയാവിന് അള്ളാഹു താല വില കൊടുത്തിട്ടില്ല, പരലോകത്തിനാണ് അള്ളാഹു വില നൽകിയിട്ടുള്ളത്. അള്ളാഹു വില നൽകിയതിന് വില നൽകാൻ നമുക്ക് കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ? ദുനിയാവിന് അള്ളാഹു വില കൊടുത്തിട്ടില്ല. അതിനർത്ഥം നമ്മൾ അധ്വാനിക്കേണ്ട, കുടുംബം നോക്കേണ്ട എന്നല്ല. അതിൽ പോലും പരലോകം കാക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ അധ്വാനവും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒക്കെ നമ്മൾ നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ഓഹരി കൊടുക്കണമെങ്കിൽ ആ അധ്വാനത്തിൽ പോലും പരലോകം കാക്ഷിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായിൽ നീ വെക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഉരുള അതുപോലും നിനക്ക് സ്വതക്കയാണെന്നാണ്. സ്വതക്ക അത് ചോദിക്കുക, ആ പ്രതിഫലം കാക്ഷിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ എന്നാൽ ദുനിയാവ് എന്ന ആ ഒരു ചിന്ത അത് നമ്മളിൽ നിന്ന് പോകണം. ഒരിക്കലും ഉലമാക്കൾ പറയാറുള്ളത് പോലെ ധനം എന്നുള്ളത് നീ കയ്യിലെ വെക്കാവും, ഒരിക്കലും മനസ്സിൽ വെക്കരുത്. പൈസ നമ്മൾ എവിടെ വെക്കാവും? പേഴ്സിലും പോക്കറ്റിലും വെക്കണം. പക്ഷെ നീ മനസ്സിൽ ധനത്തെ വെച്ച് കളയരുത്, എങ്കിൽ അവിടെ നിന്ന് പരലോകം നഷ്ടപ്പെട്ടു. നമ്മളത് കയ്യിൽ വെക്കേണ്ടതാണ്, ദുനിയാവിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിശുക്ക് പിന്നാലെ ഉണ്ടാകും, ആർത്തി അതിന്റെ പിന്നാലെ ഉണ്ടാകും. പിശാച് അവനെ പരലോകത്തെ മറപ്പിച്ചു കളയും. അവൻ ഇനിയും ദുനിയാവിൽ ഒരുപാട് മോഹങ്ങൾ പിശാച് പിന്നാലെ ഇട്ട് വന്നുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ മരണവും മരണാനന്തരവും വിസ്മരിക്കപ്പെടും. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകരുത്. ഫഅൻസാഹും അൻഫുസഹും, അനന്തരം അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ സ്വന്തത്തിൽ തന്നെ മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. എന്തിന് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു? നമ്മുടെ ജീവിത യാത്ര എങ്ങോട്ടാണ്? മരണത്തിനും അപ്പുറമുള്ള ഹിസാബ്, ജസ, പ്രതിഫലവും വിചാരണയും ഇതെല്ലാം മറപ്പിക്കുമാറ് പിശാച് നമ്മളെ വിസ്മരിപ്പിക്കും. അള്ളാഹു നമ്മളെ തന്നെ മറപ്പിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടാകും അള്ളാഹിനെ മറന്നാൽ. അതൊരു ശിക്ഷയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമുക്ക് ദുനിയാവിന്റെ അവസ്ഥകളിൽ നിന്നൊന്ന് മാറി നിൽക്കണം. ഈ ദുനിയാവിനെ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമിലൂടെ അതിമനോഹരമായി ദുനിയാവിന്റെ നിസ്സാരത നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതിലൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. വീണ്ടും ചില ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ. ഈ ദുനിയാവ് എന്നുള്ളത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും, അതിന്റെ ഭാരമെങ്കിലും അള്ളാഹുവിങ്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അത്ര വില പോലും അള്ളാഹ് കൽപ്പിക്കണ്ട. ഒരു കൊതുകിന്റെ ചിറകിന് നമ്മൾ എന്താ വില കൊടുക്കാം? അതെടുത്തിട്ട് നമ്മൾ കടയിൽ കൊണ്ട് വിൽക്കോ? അതെന്തിനെങ്കിലും പകരമായിട്ട് എടുക്കോ? എന്ത് നിസ്സാര വസ്തുവാണ്. കൊതുക് വന്നാൽ തന്നെ ഒരടിയാണ്, അതിന് നമ്മൾ തള്ളിക്കളെ. എത്ര നിസ്സാരതയാണ് കൊതുകിന്, വിലയില്ല. അതിന്റെ ചിറകിനോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമയാണിത്. ആ കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹുവിങ്കൽ ഈ ദുനിയാവിനില്ല എന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ, വില കൊടുത്തിരുന്നെങ്കിൽ, ഒരവിശ്വാസിയും അള്ളാഹു താല വെള്ളം കുടിപ്പിക്കുമായിരുന്നു. കാരണം അള്ളാഹുവിനോട് ശത്രുത വെച്ച, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്ന ആർക്കും അള്ളാഹു ഒരു ഇറുക്ക് വെള്ളം അവർക്ക് കുടിക്കാൻ നൽകുമായിരുന്നില്ല എന്നാണ്. നമ്മൾ ആലോചിച്ചു, നമുക്കൊരു പറമ്പുണ്ട്, നമ്മൾ അവിടെ തടം കെട്ടി തൈകൾ നട്ട് കൃഷി ചെയ്ത് അതിൽ മാവും ചക്കയും വാഴയൊക്കെ ഇങ്ങനെ കായ്ച്ച് പൂത്ത് നിൽക്കുമ്പോൾ
നമ്മൾ വില കൊടുക്കുന്നതിൽ ആരെങ്കിലും വന്ന് അടക്കാൻ നിന്നാൽ, അതിൽ നിന്ന് മാങ്ങയോ വാഴയോ വെട്ടാൻ നിന്നാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ വില കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ വില കൊടുക്കാത്തതാണെങ്കിലോ നമ്മൾ അവഗണിച്ചിട്ടേക്കാണ്. നമുക്ക് സ്ഥലമുണ്ട്, പക്ഷെ ഒരു വിലയില്ല. അതിലെന്തൊക്കെ ചെടികളും മറ്റൊക്കെ മുളച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ വന്ന് അതിൻ്റെ കായ്കൾ പറിച്ചുകൊണ്ട് പോകും, അവിടെ കയറി കളിക്കും, പിള്ളേർ മേയും, ആരെങ്കിലും കന്നാലികളെ കൊണ്ട് കെട്ടും. അതിൻ്റെ ഓണറിന് അതിന് വിലയില്ലാന്നാണ്. അയാളെ മനസ്സിൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആളുകൾ അവിടെ കയറിപ്പോണത്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് ആ വില പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവിശ്വാസികൾ തിന്നോട്ടെ, അള്ളാഹിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്നവർ കുടിച്ചോട്ടെ, അവർ അർമാദിച്ചോട്ടെ, അള്ളാഹു ദുനിയാവിന് വില കൊടുക്കണില്ല എന്ന്. ആ അള്ളാഹു തആല വില കൊടുക്കാത്തതിന് നമ്മളും വില കൊടുക്കേണ്ടതില്ല. ദുനിയാവിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ, ദുനിയാവ് ആവശ്യമായി മാറരുത്, ദുനിയാവ് നമ്മുടെ ലക്ഷ്യമായി മാറരുത്. ലക്ഷ്യം ആഖിറമായി തീർന്നാൽ നമ്മൾ വിജയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദ്രിബ് ലഹും, പ്രവാചകരെ അവർക്ക് ഉപമിച്ചു കൊടുക്കുക. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ഈ ദുനിയാവിന്റെ ഉപമ എന്നുള്ളത് ഉപരിയിൽ നിന്ന് അള്ളാഹു ചൊരിഞ്ഞ മഴയോടാകുന്നു. മഴയോട് അതിന്റെ പ്രത്യേകത എന്താണ്? ഊഷരമായി കിടന്ന ഭൂമിയിൽ വേനൽക്കാലമാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പുല്ലുകളും ചെടികളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് അത് വയ്ക്കോല് പോലെ, ചിലപ്പോൾ ചില ഭൂമികളൊക്കെ വിണ്ട് കീറിയിട്ടുണ്ടാകും ചൂടിന്റെ ഉഷ്ണകാലാകുമ്പോൾ. ആ ഭൂമി അല്ലാഹു തആല ഉപമിക്കുകയാണ്. ആ ഭൂമിയിൽ അല്ലാഹു തആല വാനലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്യുക വഴി അനന്തരം എന്തുണ്ടാകുന്നു? ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹുൽ റിയാഹ്. മഴയ്ക്ക് പിന്നാലെ വരുന്നത് പിന്നെ സസ്യങ്ങളൊക്കെ നല്ല മുളച്ചു പൊന്തി നല്ല പച്ചപ്പായി, കന്നുകാലികൾക്കും പറവകൾക്കൊക്കെ സന്തോഷമായി. കാരണം ചെടികൾ മുളച്ചു, പുല്ലുകൾ കിളിർത്തു, അവയുടെ കായികനികൾക്കുള്ള വിഭവങ്ങളായി. പക്ഷെ അനന്തരം വീണ്ടും വരാനിരിക്കുന്നത് എന്താണ്? നാശമാണ്. പിന്നീട് അത് ഉണങ്ങിയ വൈക്കോൽ തുരുമ്പ് പോലെയാകുന്നു. ഫദറൂഹുൽ റിയാഹ്. അതങ്ങനെ ഉണങ്ങി ഒടിഞ്ഞ് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്താവും? കാറ്റടിച്ചാൽ പറന്നു പോകുന്നതാവുന്നു, നിഷ്ഫലം. ഇതാണ് ദുനിയാവ്. ഒരു മഴ പെയ്തപ്പോൾ കിട്ടിയ ഒരു പച്ചപ്പ് എത്ര കാലം? അതാണ് ദുനിയാവ്. വളരെ കുറച്ചു കാലം, വളരെ കുറച്ചു കാലത്തെ ആസ്വാദനങ്ങൾ മാത്രമാണ് ദുനിയാവ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി നന്നായി ഒരുങ്ങാൻ നമുക്ക് കഴിയണം. അതിന് ശരിയായ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടാകണം കൈമുതലായി. ശരിയായ വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ശരിയായ വിശ്വാസം എന്നുള്ളത് ഖുർആനും പ്രവാചക തിരുമേനിയുടെ സുന്നത്തുകളും പഠിപ്പിച്ചത് മാത്രമാണ്. അതിന് എതിരാകുന്നത് ശരിയായ വിശ്വാസമല്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന പ്രധാന കൽപ്പനകളിൽ ഒന്നാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം മരണാനന്തരം. എന്നാൽ മരണാനന്തരം നശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലന്നാർ. ആരാണോ അള്ളാഹുവോടൊപ്പം മറ്റു വല്ലതിനെയും ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മരണപ്പെടുന്നത്, അവൻ നരകത്തിൽ പ്രവേശിച്ചതു തന്നെ. തീർച്ച. അത് ഈ ഉമ്മത്തിലാണെങ്കിലും ഉമ്മത്തിന് പുറത്തുള്ളവരാണെങ്കിലും. അതുകൊണ്ടല്ലേ പറഞ്ഞത്, പ്രവാചകരെ ഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും താങ്കളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോകും, അല്ലാഹു തആല സ്വീകരിക്കില്ല. ശിർക്കുള്ള മനുഷ്യന്റെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യൻ 50-60 കൊല്ലം നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കാം, എല്ലാ റമദാനിലും നോമ്പെടുക്കുന്നു, ധാരാളം ഉംറകൾ നിർവഹിച്ചു, ഹജ്ജുകൾ ചെയ്തു, സ്വതക്കകൾ ചെയ്യുന്നുണ്ട്, നല്ല കർമ്മങ്ങൾ ഏർപ്പെടുന്നുണ്ട്, പക്ഷേ ശിർക്കുണ്ട് കൂടെ. മരിച്ചുപോയ ഒരു മഹാനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ബലിയെറുക്കുന്നു, അദ്ദേഹത്തിന്റെ ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്നു, ആ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു ശിർക്കിന്റെ പരിപാടി ജീവിതത്തിൽ വന്നാൽ തീർന്നു കഥ. ആ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നബിയെ, നിങ്ങളാണ് ശിർക്ക് ചെയ്തെങ്കിലും നിങ്ങളെ കർമ്മം പോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യുന്നാണോ? ഒരിക്കലുമില്ല. ഇത് നമുക്കുള്ള താക്കീതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്, ഇത് നബിയോടുള്ള താക്കീതല്ല, ഇത് ഉമ്മത്തിനുള്ള താക്കീതാണ്. എന്തുകൊണ്ട്? പ്രവാചകരാണ് ശിർക്ക് ചെയ്തതെങ്കിലും പ്രവാചകർ ചെയ്യൂല. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനകളിൽ ഏതെങ്കിലും ഒന്ന്, ഒരൽപ്പം പ്രവാചകരെ നിങ്ങളാണ് ചെയ്തതെങ്കിലും മുഴുവൻ കർമ്മങ്ങളും പോയി എന്നാണ്. കാരണം അള്ളാഹു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് ചെയ്യുക എന്നുള്ളത് അള്ളാഹു പൊറുക്കാത്ത തെറ്റാണ്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത തെറ്റുകൾ ചിലപ്പോൾ ഉദ്ദേശിച്ച അള്ളാഹ് മാപ്പ് തന്നേക്കാം. പക്ഷെ ശിർക്ക്
തൗബ ചെയ്ത് ശിർക്കിനെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞെങ്കിലല്ലാതെ ആ മനുഷ്യന് മാപ്പ് കിട്ടില്ല. ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തിട്ട് തൗബ ഇല്ലാതെ ആ അവസ്ഥയിൽ മരിക്കുന്നുവെങ്കിൽ, തൗഹീദിലേക്ക് മടങ്ങാതെ മരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അയാൾക്ക് സ്വർഗം കൊതിക്കാവുന്ന ഒന്നല്ല. അത് കിട്ടൂല. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറയിൽ 2 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ശിർക്ക് ചെയ്യാന്നുള്ള അള്ളാഹു മാപ്പാക്കൂല. സൂറത്തുൽ മാഇദയിലും കാണാം, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവന് സ്വർഗം ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വിലക്കാണ്. അള്ളാഹു തആല അവന് സ്വർഗം നിഷിദ്ധമാക്കി, തടഞ്ഞു. ഒരിക്കലും കിട്ടൂല ശിർക്ക് ചെയ്താൽ. അവന് ചെന്നു മടങ്ങേണ്ട സങ്കേതം അത് നരകവുമായിരിക്കും. ഇനി ആലോചിച്ച് നോക്കൂ, നമ്മളെ ഉമ്മത്ത് ഇപ്പം ഇതിൽ നിന്ന് മുക്താണോ? മരണവും മരണാനന്തരവും പ്രതീക്ഷിക്കേണ്ട വിശ്വാസി, മരണവും മരണാനന്തര ജീവിതവും നിശ്ചയിച്ച റബ്ബിനെ മാത്രം ആരാധിക്കേണ്ട നമ്മൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉമ്മത്തിൽ എന്തെല്ലാം ഷിർക്കിന്റെ പ്രവർത്തനങ്ങളാണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഷിർക്കൻ വേലകളാണ് നമ്മുടെ സമുദായത്തിനകത്ത് പ്രചരിക്കുന്നത്. വിശുദ്ധ റമദാനിൽ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് ബദരീങ്ങളോട് പ്രാർത്ഥിക്കാനും ബദരീങ്ങളുടെ പേരിൽ വിളിച്ച് ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ച നേരാനും മറ്റുമൊക്കെയാണ് ആളുകൾ ഇന്ന് മെനക്കെടുന്നത്. ആ ബദരീങ്ങൾ ആർക്കു വേണ്ടിയാണ് നിലകൊണ്ടത്? ബദർ നടന്ന ഒരു റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നോമ്പ്, റമദാനിലെ നോമ്പ് നിർബന്ധമായ അതേ വർഷം റമദാനിലാണ് ബദർ എന്ന യുദ്ധം നടക്കുന്നത്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നബിയോടൊപ്പം തങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ, തങ്ങളെ നശിപ്പിക്കാൻ വന്ന ജനതയുടെ എതിരിൽ പ്രതിരോധിച്ച് നിന്ന ആ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. അവർ തൗഹീദിന്റെ ആളുകളാണ്, ഷിർക്കിന്റെ ആളുകൾക്കെതിരിൽ സമരം ചെയ്തവരാണ്. അതിൽ രക്തസാക്ഷികളായ കുറച്ച് ആളുകളെയാണ് ബദർ ശുഹദാ എന്ന് പറയുന്നത്, രക്തസാക്ഷികൾ. അതിൽ പങ്കെടുത്ത മഹാന്മാരെ ബദരീങ്ങളെന്നും പറയും. അള്ളാഹു തആല കഴിഞ്ഞതും അവരുടെ എല്ലാ തെറ്റുകളും മാപ്പാക്കിയ അസ്ഹാബു ബദർ സ്വർഗവാസികളാണെന്നാണ്, സ്വർഗത്തിൽ പോകേണ്ട സ്വഹാബാക്കളാണ്. അവരെങ്ങനെ അത്രയും വലിയ പദവിയിലെത്തിയത്? നമ്മൾ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്, അവരെ സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ തൗഹീദിന് വേണ്ടി നിലകൊണ്ടു, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു. അള്ളാഹുൽ യാതൊന്നിനെയും പങ്കു ചേർത്തില്ല. ആ തൗഹീദിന് വേണ്ടി സ്വദേശം വെടിയണമെങ്കിൽ അവർ വെടിഞ്ഞു. അൻസാറുകളായ ബദരീങ്ങൾ സ്വദേശം വെടിഞ്ഞു വന്നവരെ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. തങ്ങളുടെ സ്വത്തുകളിൽ ഒരു വക നൽകി തന്റെ പ്രിയപ്പെട്ടവർക്ക്. ഇങ്ങനെയൊക്കെ മുഹാജിറുകളെ സ്വീകരിച്ച് സ്നേഹിച്ച് ഈ ദീനിനെ ശക്തിപ്പെടുത്തിയ മഹാന്മാരാണ് ബദരീങ്ങൾ. ദീനിൽ ഒരു ശിർക്കും ചെയ്യാത്തവർ, പ്രവാചക തിരുമേനി പഠിപ്പിച്ച ദീനിൽ അട്ടിമറി നടത്താത്തവർ, അവരാണ് ബദരീങ്ങൾ. അവർക്കാണ് മരണാനന്തര ജീവിതത്തിൽ അവർ ബദർ ശുഹദാക്കൾ ഉന്നതമായ ദർജയിലെത്തുന്നത്, ബദരീങ്ങൾ ഉന്നതമായ ദർജയിലെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഗുണപാഠം നമുക്കുണ്ടാവണം. ഇന്ന് ആളുകളൊക്കെ ഈ ബദർ ദിനം അനുസ്മരിക്കുമ്പോൾ പോലും ബദരീങ്ങളോടുള്ള തേട്ടമാണ്. ബദർ ശുഹദാക്കളുടെ പേരിൽ പല നേർച്ചകളാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം പലയിടത്തും പല ഖബറുകൾ, മരിച്ച മഹാന്മാരുടെ പേരിൽ പൊങ്ങിയ ഖബറുകൾ. ഇതെങ്ങനെയാണ് ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയും? ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ചാലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഖബർ 1 ചാണിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല, അത് ഹറാം. അതിൽ സിമന്റ് തേക്കാൻ പാടില്ല, കുമ്മായം അടിക്കാൻ പാടില്ല, എടുപ്പുണ്ടാക്കാൻ പാടില്ല. എടുപ്പെന്ന് പറഞ്ഞാൽ 1 ചാണിൽ അപ്പുറത്തേക്ക് ഉയർത്താൻ പാടില്ല. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും നിർദ്ദേശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുത്ത ഉപദേശമാണ്, ഉയർന്നു നിൽക്കുന്ന 1 ചാണും നിരത്താതെ വിടരുത്. നമുക്കാണ് അയിമ്മത്തുകൾ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്താണ് ഉമ്മത്തിന്റെ അവസ്ഥ? മഹാന്മാരെന്ന പേരിൽ ആളുകൾ ഒരുപക്ഷെ മഹത്വമായിരിക്കാം, പക്ഷെ നമുക്ക് അനുവാദമില്ല. മഹാന്മാരെ സ്നേഹിക്കണം തീർച്ചയായും, മഹാന്മാരെ ബഹുമാനിക്കണം തീർച്ചയായും, അവർ സഞ്ചരിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം തീർച്ചയായും. പക്ഷെ അതിൽ അതിര് കവിച്ചിലുണ്ടാകാൻ പാടില്ല, അതിൽ ഉലുവ കാണിക്കാൻ പാടില്ല. മഹാന്മാരെ ആദരിക്കുന്നത് അതിര് കടന്നുകൊണ്ട് ആരാധനയിലേക്ക് ഒരിക്കലും പോകാൻ പാടുള്ളതല്ല. നമുക്കറിയാം. നമുക്ക് ഇന്ന് എത്ര ഖബറുകളാണ് മഹാന്മാരുടെ പേരിൽ കൂണുകൾ കണക്കെ മുക്കിലും മൂലയിലും പൊങ്ങി നിൽക്കുന്നത്. അത് വാണിജ്യവൽക്കരിക്കപ്പെട്ടത്, വ്യവസായവൽക്കരിക്കപ്പെട്ടത്. ഇതെല്ലാം ഉമ്മത്തിൽ ഷിർക്കിന്റെ വലിയ വകഭേദങ്ങളായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും വലിയ ഈ മനുഷ്യ സമുദായത്തിൽ ഏറ്റവും ഉന്നമനായ അഷ്റഫുൽ ഖൽഖായ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ സ്ഥിതിവിശേഷം എന്താ? അവസാനം കണ്ട താബിഇയായ അൽ ഖാസിം ഇബ്നു മുഹമ്മദ് എന്ന താബിഈ വര്യം പറയാണ്, മദീനയിലെ 7 പണ്ഡിത ശ്രേഷ്ഠരിൽ ഒരു മുഖ്യപ്പെട്ട ആളാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി മകൻ മുഹമ്മദിന്റെ മകനാണ് ഈ ഖാസിം. അദ്ദേഹം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു,
എനിക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബർ ഒന്ന് കാണിച്ചു തരാം. നമുക്കറിയാം ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. അങ്ങനെ ഖാസിം ആ മറ നീക്കി കാണിച്ചു കൊടുത്തു എന്നാണ്. ക്ഷമിക്കണം, ആയിഷ റളിയല്ലാഹു അൻഹ ഖാസിമിന് മറ നീക്കി കാണിച്ചു കൊടുത്തു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അദ്ദേഹം കണ്ടു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഏതാനും ചില ചരൽ കല്ലുകൾ ഇങ്ങനെ വിതറിയിരുന്നു എന്നാണ്. അഥവാ അതൊരു ഖബറാണെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അതൊരു ഖബറാണ്. അത്രേ ഉള്ളൂ. ആരുടെ ഖബറായത്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ഇത്രേ ഉള്ളൂ. അന്ന് ഇത് പള്ളിയുടെ അകത്തൊന്നും ആയിരുന്നില്ല. അത് പിന്നീട് അമവി ഖലീഫമാർ, പിന്നീട് ഭരണാധികാരികൾ വന്നു. മുസ്ലിമീങ്ങളുടെ തിരക്ക് മദീന പള്ളിയിൽ കൂടിയപ്പോൾ പള്ളി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ എടുക്കേണ്ടി വന്നു. അതിൽ സ്വാഭാവികമായി നബിയുടെ ഖബർ അവിടെ ഉള്ള ആയിഷ റളിയല്ലാഹുവിന്റെ റൂം, ആ ഖബറിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ? പ്രവാചകരുടെ ഖബർ ഒരിക്കലുമില്ല. അപ്പൊ അതിനെ സേഫാക്കാൻ വേണ്ടി അതിനെ മതിലുകൾ കൊണ്ട് കെട്ടിയടച്ചു, ഭദ്രമാക്കി. അത് പള്ളിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പള്ളി ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ എടുത്തു. അത്രേ ഉള്ളൂ. ചില ആളുകൾ അതിനെയും തെറ്റിദ്ധരിപ്പിച്ചു, പ്രവാചകരുടെ ഖബർ ഇത്ര വലുതാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രധാന വിഷയം അതല്ല എങ്കിലും ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ഈ സമീപ പ്രദേശത്ത് ഷിർക്കിന്റെ ഗൗരവം അത്ര ഉള്ളത് കൊണ്ടാണ്. ഷിർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വ്യാപൃതമായി നിൽക്കുന്നുകൊണ്ടാണ് നമ്മുടെ സമുദായത്തിൽ. അതിൽ ചില പുരോഹിതന്മാർ തന്നെ അവരുടെ കൈകടത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പരലോകം സേഫാക്കാൻ ശരിയായ വിശ്വാസം ഉണ്ടാകുക, മരണത്തെ ധാരാളമായി ഓർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്നാണ്. സകല സുഖങ്ങളെയും. പ്രിയപ്പെട്ടവർ, നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ ഇന്ന് നമ്മളുടെ ഇണകളോടൊപ്പം, നമ്മളുടെ മക്കളോടൊപ്പം മന്തി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മരണത്തിന് ശേഷം ഒറ്റയ്ക്ക് ഉറങ്ങേണ്ടി വരും. അതിൽ ഒന്നുകിൽ 2 മലക്കുകൾ നമ്മുടെ അടുക്കിലേക്ക് വരും. നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കും, മൻ റബ്ബുക്ക്, വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കും, മൻ റബ്ബുക്ക് വമൻ നബിയുക്ക് വമാ ദീനുക്ക്, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ എന്താണ്, നിന്റെ റബ്ബാരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ. അതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ റബ്ബ് അള്ളാഹുവായി തന്നെ നമ്മൾ ആദർശത്തിൽ കൊണ്ടു നടക്കണം. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാൻ അവിടുത്തെ സുന്നത്തുകളെ സ്നേഹിച്ചും സ്വീകരിച്ചും നമ്മൾ ജീവിക്കണം. നമ്മുടെ ദീൻ ഇസ്ലാം എന്ന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മുടെ ആദർശമായി മാറണം. അപ്പം നമുക്ക് ജവാബ് പറയാൻ കഴിയും, മലക്കുകൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയും. ആ ഒരു ഉത്തരം പറയാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. ജീവിതം ക്രമപ്പെടുത്തുക, ശരിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി ഒരു വചനം ഞാൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, ഇഅലമു, മനുഷ്യരെ നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹ്, ഈ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവും മാത്രമാകുന്നു. കളി എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലഹു എന്ന് പറഞ്ഞാൽ വിനോദം, മനസ്സിന് കിട്ടുന്ന എന്റർടൈൻമെന്റ്സുകളാണ്, ആസ്വാദനങ്ങളാണ്. അപ്പൊ ശരീരത്തിനും മനസ്സിനും കിട്ടാൻ വേണ്ടി മനുഷ്യർ കണ്ടെത്തുന്ന കുറെ ആസ്വാദനങ്ങൾ, അതാണ് ദുനിയാവ്. മാത്രമല്ല വസീന, അലങ്കാരമാണ്. നമുക്ക് പലതും പല പളപ്പായിട്ട് തോന്നും, പലതിന്റെയും പ്രൗഢിയിൽ നമ്മൾ ആകൃഷ്ടരാകും. പക്ഷെ ഇതൊക്കെ ക്ഷണികമാണെന്ന് അല്ലാഹു തആല പറയുന്നു. വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, പരസ്പരം പെരുമ നടിക്കലും സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും വിഷയത്തിൽ അഹന്ത നടിക്കലും മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞു, കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. ഒരു മഴ കണക്കെ മഴ വർഷിച്ചു, ഊഷരമായിരുന്ന ഭൂമിയിൽ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെടികൾ മുളച്ചു, അത് പച്ചപ്പ് പിടിച്ചു. ഏറെ വൈകാതെ തന്നെ വീണ്ടും അത് ഉണങ്ങി കരിഞ്ഞ് വൈക്കോൽ തുരുമ്പായി പോകുന്ന അവസ്ഥ, നിഷ്ഫലമായി പോകുന്ന. ഇതുപോലെയാണ് ദുനിയാവ്. നമ്മൾ കെട്ടിപ്പടുക്കും സാമ്രാജ്യങ്ങൾ, നമ്മൾ വെട്ടിപ്പിടിക്കും അധികാരങ്ങൾ, നമ്മൾ ഒരുപാട് നേടിയെടുത്തെന്ന് കരുതും. പക്ഷെ മലക്കുൽ മൗത്ത് വന്ന് മരണത്തിന്റെ വിളിയാളം നടത്തുമ്പോൾ എല്ലാം നമ്മളുടേതല്ലാതായി തീരുന്നു. വർഷങ്ങൾ നീണ്ട അധ്വാനം, പ്രവാസ ജീവിതം, ഒരുപാട് സമ്പാദിച്ചു, ഒരുപാട് വേർപ്പൊഴുക്കി, നല്ല വീടുണ്ടാക്കി, ഒരുപാട് വാഹനങ്ങൾ വാരിക്കൂട്ടി, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷെ അവസാനം നമ്മൾ എന്ത് നേടി എന്ന ചോദ്യത്തിന് മുന്നിൽ മൗത്ത് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് എന്തൊരുക്കി വെക്കാൻ കഴിഞ്ഞു? ഇതൊക്കെ ആലോചിക്കേണ്ട നിമിഷങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരലോകമാണ് വലൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. അത് ഏറ്റവും ഉത്തമമാണ്, നിലനിൽക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, പരലോകത്തിന്റെ മക്കളായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ധാരാളമായി ഓർക്കുന്ന, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അമലെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ, സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തും, അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് ശേഷം ഖബറിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളിലും അവിടുത്തെ വിചാരണകളിലും ഖബറിന്റെ ഇരുട്ടിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പവും ആശ്വാസവും ഉണ്ടാക്കി തരുമാറാകട്ടെ. തുടർന്നുള്ള പരലോകത്തെ ഉയർത്തെഴുന്നേൽപ്പ് ജീവിതത്തിൽ ഖിയാമത്ത് നാളിൽ
അള്ളാഹുവിന്റെ മുന്നിൽ ലളിതമായ വിചാരണയും വലത് കൈയിൽ പുസ്തകം കിട്ടുന്നവരും മീസാനിൽ സൽക്കർമ്മങ്ങളുടെ തുലാസിന്റെ ഭാഗം ഘനം തൂങ്ങുകയും സിറാത്തു പാലം പ്രവാചക തിരുമേനിയോടൊപ്പം വെളിച്ചം ലഭിച്ച് അതിവേഗം കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് അള്ളാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്നും ഖബറിലെ കെടുതിയിൽ നിന്നും വിപത്തിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.